ക്കുന്നത് വേറൊന്നുമല്ല, ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ. അപ്പം ഈ ഒരു ഹെയർ പാക്കിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ അവളുടെ സാധന സാമഗ്രികളൊക്കെ ആയിട്ട് തറയിൽ അങ്ങനെ ഇരിപ്പായി. എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിക്കുട്ടനും ഉണ്ടായിരുന്നു കിടക്കാനായിട്ട്. അപ്പം അവൻ ഇപ്പുറത്ത് കിടന്നു. ബാക്കി പിള്ളേരും മിട്ടുവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൊട്ടപ്പയ്ക്കണം. അതാണ് ഇന്നത്തെ മെയിൻ ജോലി എന്ന് പറയുന്നത്. ഇപ്പോൾ രാവിലെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഒരു വീഡിയോ ഇന്നലെ വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അതിനായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കുകയും ചെയ്തു. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം അത് നടന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇന്നലെയും ഇന്നുമായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ച കുറച്ച് വീഡിയോസ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. പുതുവത്സര ദിവസമാണെങ്കിൽ കൂടിയും സാധാരണ ഒരു ദിവസത്തെക്കാളും കുറച്ചധികം ബോറടിയും അതുപോലെ ക്ഷീണവും മടിയും ഒക്കെ ഉള്ളൊരു ദിവസമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നമ്മുടെ പിള്ളേർക്കും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. വല്ലാത്ത നിരാശയും വിഷമവും ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ അവരുടെ നിരാശയ്ക്കും വിഷമത്തിനും ഒരു കാരണമുണ്ട്. പുതുവത്സരമായിട്ട് അവർക്ക് പച്ചമീൻ കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന മീനൊക്കെ തീർന്നു പോയി. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മുടെ പിള്ളേർക്കൊക്കെ കുറച്ച് പെഡിഗ്രി മാത്രം കഴിച്ച് തൃപ്തിപ്പെടേണ്ടി വന്നു കേട്ടോ. അപ്പം അവരതൊക്കെ കഴിച്ചതിന് ശേഷം വീടിൻ്റെ പുറകു സൈഡിലേക്ക് കളിക്കാനായിട്ട് പോയി. അപ്പോൾ അവരുടെ കൂടെ ഞാനും കുറച്ച് നേരം പോയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര മടിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവരുടെ കളികളൊക്കെ കണ്ട് അവിടെ നിന്ന്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഒരു പഴയ വീടാണ് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അവിടെ വേറെ സൗകര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു അടുക്കളയും ഒരു ഹോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെയായിരുന്നു ഞാനൊരു 6th പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഒരു വീട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്നത് ഈ ഒരു കുഞ്ഞ് കുശിനിപ്പെര എന്നാണ് ഞങ്ങളതിനെ പറയുന്നത് കേട്ടോ. ഷീറ്റൊക്കെ അടിച്ച് ഒരു കുഞ്ഞു കുശിനിപ്പെര. അപ്പോൾ ഞങ്ങളിവിടെ താമസമായതിനു ശേഷം അവിടെ ഞങ്ങൾ വിറകൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഷീറ്റൊക്കെ പൊട്ടിപ്പൊളഞ്ഞ് അതുപോലെ ഭിത്തിയൊക്കെ ഇടിഞ്ഞൊക്കെ വീണു. അപ്പം വിറകും വെക്കാൻ പറ്റത്തില്ല, മഴയൊക്കെ പെയ്യുമ്പോൾ നനയും. ഇപ്പോൾ എവിടെ അങ്ങനെ ഒന്നുമില്ല, യൂസ് ചെയ്യാതെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ആകെ ഇതിനകത്ത് കയറുന്നത് നമ്മുടെ റോക്കിയും മിട്ടും പിള്ളേരും മാത്രമാണ് കേട്ടോ. നമ്മുടെ പിള്ളേർക്കുള്ള ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കിടന്ന് തിളയ്ക്കുന്നത് വേറൊന്നുമല്ല, ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ. അപ്പം ഈ ഒരു ഹെയർ പാക്കിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ. അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഷാരോൺ ഇപ്പോൾ വെക്കേഷന് വന്നപ്പോൾ അത്യാവശ്യം നല്ല ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ തലയിലുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു 1 ഡേ ട്രിപ്പിന് ഇവർ വണ്ടർലായിൽ പോയിരുന്നു. അതിനുശേഷമാണ് ഇത്രയധികം ഡാൻഡ്രഫ് വന്നതെന്നാണ് കുഞ്ഞു പറയുന്നത്. കാരണം ഒരുപാട് ഡാൻഡ്രഫ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു രീതിയിൽ മോളുടെ തല ഞാൻ മുമ്പ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്കും കൂട്ടാൻ വെക്കാൻ മീനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം ലഞ്ച് മധുരച്ചീനിയിലൊന്ന് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ക്രിസ്മസ് വെക്കേഷന് വന്നിട്ട് ഞങ്ങൾ എന്തായാലും 4-5 ദിവസം ഷാരോൻ്റെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ കുറച്ച് കലാപരിപാടികളൊക്കെ നടത്താനുള്ള സമയവും സൗകര്യവും ഒന്നും കിട്ടിയിരുന്നില്ല കേട്ടോ. അപ്പോൾ പുതുവത്സരമായിട്ട് രാവിലെ തന്നെ അവളുടെ സാധന സാമഗ്രികളൊക്കെ ആയിട്ട് തറയിൽ അങ്ങനെ ഇരിപ്പായി. എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് ഒരു ഐഡിയയും ഇല്ലെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു പിടുത്തമില്ല, അവൾക്കും ഒരു ഐഡിയ ഇല്ല, ചെയ്യുന്ന അവൾക്കേ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് അവസാനം എന്തായിട്ട് വരുമെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാം കേട്ടോ. എന്തെങ്കിലും ആയി വരുവാണെങ്കിൽ ഇത് വേറൊന്നുമല്ല, ഇവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കരാട്ട ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അത് പഴയതായി കീറിപ്പോയെന്ന് പറഞ്ഞു. അപ്പം അവിടെ കളയാൻ വെച്ചിരുന്ന സാധനം കൊച്ച് എടുത്തിട്ട് വന്നതാണ്. ഇതിലാണ് എന്തോ ഒരു പണി കാണിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്കത് വെയിറ്റ് ആൻഡ് സീ ആണ് കേട്ടോ. നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും അതൊരു വെയിറ്റ് ആൻഡ് സീ ആണ് കേട്ടോ. എന്താണ് ആയി വരുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. എന്തായാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു ഇരിപ്പായിരുന്നു കേട്ടോ. എൻ്റെ ഇടയ്ക്കൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് പരിപാടി എന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ക്രിസ്മസ് ട്രീയുടെ അടുത്തേക്കാണ് പോയത് കേട്ടോ. അപ്പം ഞങ്ങൾ കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് വന്നപ്പോഴത്തേക്കും ക്രിസ്മസ് ട്രീ ഒക്കെ ഒരു പരുവത്തിലോട്ടായിട്ടോ, ഒരു സൈഡിലോട്ടൊക്കെ ഒന്ന് ചരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മിട്ടും പിള്ളേരും ഇവിടെ ഉണ്ടല്ലോ ചാടി ഓടി കളിക്കാനായിട്ട്. ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സിങ് ആയതുപോലെ നമുക്ക് തോന്നി കേട്ടോ. കാരണം നമുക്കൊന്ന് എണ്ണി വെക്കാനായിട്ട് പറ്റിയില്ല. കുറച്ച് സാധനങ്ങളൊക്കെ കാണാത്ത പോലെ തോന്നിയിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും അവിടെ ഇവിടെ ഒന്നും കിട്ടിയില്ല. കുരുട്ടാസുകൾ കടിച്ചെടുത്ത് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയോ എന്നും അറിയില്ല. ഇതേ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച 3 റിബണാണ് കേട്ടോ. അവരുടെ കഴുത്തിൽ കെട്ടാം, ചെറിയ മണി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കെട്ടാം എന്ന് കരുതിയിട്ടൊക്കെ ഞങ്ങൾ വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് കുറേ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ ഇനി അത് കെട്ടണോ വേണ്ടിയോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഇത് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും വേറൊന്നുമല്ല. ഷാരോണിന് ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ സെലക്ട് ചെയ്തു. പക്ഷേ കുഞ്ഞ് ബോർഡിങ്ങിലായിരുന്നല്ലോ. അപ്പോൾ പുറത്തൊന്നും പോവാത്തത് കൊണ്ട് തന്നെ അവർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ് കേട്ടോ. പിന്നെ അവളുടെ ബോർഡിങ്ങിലെ 1-2 ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ആണ്. ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു മദറിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ബോറടിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അവിടെ സോയിക്കുട്ടനും ഉണ്ടായിരുന്നു കിടക്കാനായിട്ട്. അപ്പം അവൻ ഇപ്പുറത്ത് കിടന്നു. ബാക്കി പിള്ളേരും മിട്ടു ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൊട്ടപ്പുറത്തോട്ടും പോയി കിടന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് ഷാരോൺ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എന്തായാലും അവൾ ലാൻഡ്സ്കേപ്പ് മോഡിലും പോർട്രേറ്റ് മോഡിലും ഒക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് എനിക്കിത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റി, ആഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഞാൻ മുകളിലേക്ക് പോയി ചെന്നപ്പോൾ കാണാം നമ്മുടെ ആ ഒരു മെത്തയുണ്ടല്ലോ, മെത്തയുടെ സൈഡിലെ പഞ്ഞിയൊക്കെ മൊത്തം കടിച്ച് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ അതൊക്കെ എന്തായാലും ഒന്ന് തൂത്ത് വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ടു കേട്ടോ. കാരണം ഇന്നലെ രാവിലെ ഒന്നും മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മിട്ടു ഇങ്ങനെ മാറി നിൽക്കുന്ന വേറൊന്നുമല്ല, പിള്ളേർ കഴിച്ചതിന് ശേഷമേ അവൾ കഴിക്കുള്ളൂ. ഇതാണ് ഷാരോണിൻ്റെ തലയിലെ ഒരു അവസ്ഥ കേട്ടോ. അതായത് കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമാണ് ജസ്റ്റ് ഇതൊന്ന് നോക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ ആ ഒരു സമയത്തെ കാഴ്ചയാണ് കേട്ടോ. അപ്പം ഇത്രത്തോളം ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടുപോകണോ, കാരണം ഇത്രത്തോളം ഡാൻഡ്രഫായിട്ട് ഞാൻ ഇതുവരെ ഇവളുടെ തല ഇങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമ്മുടെ ഒരു ഹോം റെമഡി ഉണ്ടല്ലോ അത് തന്നെ ദിവസവും ചെയ്ത് നോക്കാം. അതായത് ഈ കുഞ്ഞ് വെക്കേഷൻ വന്ന് നിന്ന് പോകുന്നത് വരെ ദിവസവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ട്രൈ ചെയ്തു. അപ്പം ഇടയ്ക്ക് കല്യാണത്തിനും റിസപ്ഷനും ഒക്കെ പോയ ഒരു 2 ദിവസം മാത്രം മിസ്സായിട്ടുണ്ട്. ആ ഒരു ദിവസം നമുക്ക് തിരക്ക് കാരണം ഹോം റെമഡീസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മൾ ആ ഒരു ഹെയർ പാക്ക്, സെയിം ഹെയർ പാക്ക് തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ കുരുമുളകിൻ്റെ വള്ളിയും ഉലുവയും അതുപോലെ എന്താ പറയുന്നത് ഉള്ളി, കറിവേപ്പില ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തിളപ്പിച്ച് അതിനെ പിഴിഞ്ഞ് തലയിൽ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അതിന് ശേഷമുള്ള തലയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞങ്ങളിത് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന സമയം തൊട്ട് അമ്മ പറയുന്നുണ്ട് ഈ ഒരു ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ ഒന്ന് അഴിച്ച് വൃത്തിയാക്കി മാറ്റുകയും അടുത്ത വർഷവും എടുക്കേണ്ടതല്ലേ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ അതിൽ ഓരോരോ സാധനങ്ങളായിട്ട് സൂക്ഷിച്ച് എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസ് ട്രീ അഴിച്ചു മാറ്റുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോലി എന്ന് പറയുന്നത് ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് കുരുങ്ങിയൊന്നും പോകാതെ എടുത്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പ്രയാസമുള്ളൊരു ജോലിയായിട്ട് തോന്നിയിട്ടുള്ളത്. എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ കുരുക്കൊന്നും ഇല്ലാതെ നല്ല രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് അഴിച്ചൊക്കെ മാറ്റി കേട്ടോ. അപ്പം ക്രിസ്മസ് ട്രീയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി, പുൽക്കൂടിൻ്റെ കാര്യങ്ങളൊക്കെ ഷാരോൺ നോക്കിയിട്ട്. അപ്പോൾ ഷാരോൺ വന്നതിന് ശേഷമാണ് ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചു. മാറ്റി വയ്ക്കുക മാത്രമല്ല, ഇനി ഇതിനെ എല്ലാത്തിനെയും പൊടിയും അഴുക്കും ഒന്നും പറ്റാതെ നല്ല രീതിയിൽ ന്യൂസ് പേപ്പറിൽ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പൊതിഞ്ഞ് ഓരോരോ ബോക്സിലാക്കി വെക്കണം. എന്നിട്ട് കവറിലാക്കി സ്റ്റോർ റൂമിൻ്റെ മുകളിൽ കൊണ്ട് വെക്കണം. അതാണ് ഇന്നത്തെ മെയിൻ ജോലി എന്ന് പറയുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ ഞാനും ഷാരോണും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. ഇതിപ്പോൾ ഈ ഒരു ക്രിസ്മസ് ട്രീ ഒരു 3 വർഷം മുന്നേ, അതായത് എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നത്തെ ക്രിസ്മസിന് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് തന്നതാണ്. അപ്പം ആ വാങ്ങിക്കൊണ്ട് വന്ന അതേ കവറിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഞങ്ങൾ അതൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. എൻ്റെ ന്യൂ ഇയറിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. മാത്രമല്ല അടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും കേട്ടോ. ഇതൊന്നും കൂടാതെ എൻ്റെ പ്രീവിയസ് വീഡിയോസും കൂടി കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.